കണ്യത്തുസ്താദ് പറഞ്ഞ് കണ്യത്തുസ്താദ് പറഞ്ഞ് ജുമാന്റെ മുമ്പ് പ്രസംഗിക്കുന്ന കറാഹത്താണ്. ഞാൻ പറയല്ല, ശൈഖുന കണ്യത്തുസ്താദ് സ്മരണിക. ഇതിലാരാ എഴുതിയത്? നിങ്ങൾ ഈ അടുത്ത് മരിച്ചുപോയ പ്രസിഡന്റ് കാളമ്പാടി ഉസ്താദ് നിങ്ങൾ പറയുന്നില്ലേ, അദ്ദേഹമാ എഴുതിയത്. എന്തെന്ന്? അസദ് കറാഹത്താണ്. അസദ് കറാഹത്താണ് ഇതിന്റെ 13ാമത്തെ പേജ്. ജുമാന്റെ മുമ്പ് പ്രസംഗിക്കുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഞാൻ അരീക്കോട് ദർസ് നടത്തുന്ന കാലത്ത് ജുമാ ഖുത്ബയുടെ മുമ്പ് ഒരു മലയാള പ്രസംഗം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഞാൻ കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരെയും മറ്റു ബന്ധുക്കളെയും ബന്ധപ്പെട്ടവരെയും വാഴക്കാട്ടേക്ക് ഇവിടെയും കണ്യത്ത് ഉസ്താദിന്റെ അഭിപ്രായം പോലെ ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. തദനുസൃതം അവർ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജുമാ ഖുത്ബക്ക് മുമ്പ് അൽ കഹ്ഫ് സൂറത്തും സലാത്തും അധികരിപ്പിച്ചുകൊണ്ടാണ് ജുമാക്ക് വന്നവർ സുഖരാകേണ്ടത്. ഇതിന് ബാങ്കിന്റെ മുമ്പ് ശേഷം എന്ന വ്യത്യാസമില്ല. അതിനാൽ ഈ പ്രസംഗം കറാഹത്ത് അസദ് ആകുന്നു. അപ്പൊ കറാത്ത്, കടുത്ത കറാത്താണ്. കണ്യത്ത് സഭത്ത് കൊടുത്തു. എന്നാലോ നിങ്ങളിപ്പോ അത് മാറ്റി. നിങ്ങൾ സുന്നി അഫ്കാറിൽ പുസ്തകം 19 ലക്കം 17 സുന്നി അഫ്കാറ് ഇതിലെന്താ പറയുന്നത്? ഇതിൽ കേട്ടോളെ. ജുമാ ഖുത്ബക്ക് മുമ്പ് ഒരു പ്രസംഗം ഹറാമാണെന്നോ കറാഹത്തെന്നോ അറിയിക്കുന്ന ഒരു ദുർബല അഭിപ്രായം പോലും ശാഫിഈ മദ്ഹബിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എവിടെയും പറഞ്ഞതായി കാണുന്നില്ല. കണ്യത്തുസ്താദ് അസദ് കറാഹത്താണെന്ന് പറഞ്ഞു. നിങ്ങളെ മൗലവിമാര് പറയുന്നത് ഞങ്ങൾ ഒറ്റ കിതാബിലും കാണുന്നില്ല. കാണണമെങ്കിൽ കിതാബ് തിരിയണ്ടേ മൗലവിമാരെ? കന്യത്തുസ്താദിനെ പോലെ നിങ്ങൾക്ക് കിതാബ് തിരിയുന്നില്ല. അതിന് കന്യത്തുസ്താദാണോ ഉത്തരവാദി? ആകയാൽ കന്യത്തിന്റെ പിന്നിലല്ല ഇവരുള്ളത്, ഈ കെ ഉസ്താദിന്റെ പിന്നിലല്ല ഇവരുള്ളത്, ഇവരൊരൊറ്റ ആലിമിന്റെ പിന്നിലുമല്ല ഉള്ളത്. ഇവരിപ്പോൾ കുറച്ച് കുട്ടികൾ ഇറങ്ങിയിട്ട് അള്ളാഹുവിന്റെ മതം കേടുവരുത്തുകയാണ്. അതുകൊണ്ട് ഈ കുട്ടികളുടെ പ്രസംഗം കേട്ട്, ഇവരുടെ ചപ്പടാച്ച് കേട്ട്, ഇവര് ക്ലിപ്പ് മുറിച്ച് കേൾപ്പിക്കുന്നത് കേട്ടിട്ട്, ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ആഖിറം നഷ്ടപ്പെടുത്തരുതേ.